നമസ്കാരം. പാട്യം കോങ്ങാറ്റയിൽ കനാലിന് കുറുകെ റോഡ് പാലം ഉയരുന്നു. മൊയാരത്ത് ശങ്കരൻ വായനശാലയ്ക്ക് സമീപം KP മോഹനൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 35 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പാലം ഉയരുന്നത്. പുതിയ പാലം വരുന്നതിന്റെ ആഹ്ലാദത്തിലാണ് നാട്. 1.5 പതിറ്റാണ്ടിലേറെയായി പ്രദേശവാസികളുടെ സ്വപ്നമാണ് യാഥാർത്ഥ്യമാക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് 2 ആഴ്ച മുമ്പാണ് KP മോഹനൻ MLA പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത്. തുടർന്ന് ദ്രുതഗതിയിലാണ് പാലത്തിന്റെ നിർമ്മാണം നടന്നുവരുന്നത്. 15 വർഷമായി നമ്മൾ ഈ പാലത്തിന് വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നത്. ചെറിയ നമുക്ക് നടന്നു പോകേണ്ട ഒരു നടപ്പാത കനാല് ഉണ്ടാക്കുന്ന കാലത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ഇപ്പോൾ ഏകദേശം ഒരു അപകടാവസ്ഥയിലേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ പാലം അതും പോയി. ഇത് നമ്മൾ 15 വർഷമായിട്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ശൈല ടീച്ചർ MLA ആയിരിക്കുന്ന സമയത്ത് നമ്മളിത് ആവശ്യപ്പെട്ടിന്. അപ്പം ടീച്ചർ പരമാവധി ശ്രമം നടത്തിയിട്ട് അതിൻ്റെ എസ്റ്റിമേറ്റിൽ തയ്യാറാക്കി കൊടുത്തിട്ട് 25 ലക്ഷം ഉറുപ്പ്യ പാസ്സായിന്. അപ്പോൾ ആ 25 ലക്ഷം ഉറുപ്പ്യ കൊണ്ട് നമുക്കിത് മുന്നോട്ട് പോകാൻ കഴിയൂല, കോൺട്രാക്ടർമാർ എടുക്കുന്നില്ല. അങ്ങനെ ഒരു സ്ഥിതി വന്ന് രണ്ടാമതും മോനായിട്ട് പിന്നെ MLA ആയി വന്നതിന് ശേഷം 10 ലക്ഷം കൂടി നമുക്ക് അനുവദിച്ചിട്ട് 35 ലക്ഷം രൂപ അനുവദിച്ച് ഇത് പാസ്സായിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മേലെയായി പണി തുടങ്ങിയിട്ട്. 6 മൈലിൽ നിന്ന് ഓട്ടച്ചിമാക്കുലിലേക്കുള്ള റോഡിൽ, കാലൂന്നിമെട്ടയിൽ നിന്ന് പൂക്കോട് കുന്നപ്പാടിയിലേക്കുള്ള റോഡിലാണ് ഈ പാലം ഉയരുന്നത്. 6 മൈൽ ഓട്ടച്ചിമക്കൂൽ പ്രധാനപ്പെട്ട ഒരു മെയിൻ റോഡിനെ കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഗുണം ഈ നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ എളുപ്പത്തിൽ 6 മൈലും അതുപോലെ തന്നെ ഓട്ടച്ചിമാക്കൂലേക്ക് എത്താനുള്ള സമീപത്തായുള്ള ചെറിയൊരു നടപ്പാലമാണ് ജനങ്ങൾ ആശ്രയിച്ചിരുന്നത്. ഈ നടപ്പാലവും അപകടാവസ്ഥയിലായതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. KK ശൈലജ MLA ആയിരുന്നപ്പോൾ 25 ലക്ഷം രൂപ പാലത്തിന് അനുവദിച്ചെങ്കിലും അപര്യാപ്തമായതിനാൽ ഒന്നും നടന്നില്ല. തുടർന്നാണ് KP മോഹനൻ MLA 35 ലക്ഷം രൂപ അനുവദിച്ച് പാലം യാഥാർത്ഥ്യമാക്കിയത്. ന്യൂസ് സൈറ്റ് കൂത്തുപറമ്പ്.